മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ലെന്ന് രാഹുൽ ഗാന്ധി തറപ്പിച്ച് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് തന്നെ നേതാക്കൾ പരസ്പരം തമ്മിലടിച്ച് തീരണ്ടെന്ന് കരുതി തന്നെയാണ്. 4 പേരാണ് മുഖ്യമന്ത്രി പദമോഹവുമായിട്ട് ഡൽഹിയിൽ എത്തിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എല്ലാ യോഗ്യതയും ഉണ്ടെന്നാണ് വി.ഡി. സതീശൻ കരുതുന്നത്. സീനിയോറിറ്റി പരിഗണിച്ച് തന്നെ പാർട്ടി ഉയർത്തിക്കാട്ടണമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും അവസരമില്ലെന്ന വാദമാണ് ഇതിനായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ ആകട്ടെ നിലവിലെ പാർട്ടി പദവി തന്നെയാണ് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയായിട്ട് സ്വയം കാണുന്നത്. ഇവർക്ക് 3 പേർക്കും പുറമെ വിശ്വപൗരനായ ശശി തരൂരും രംഗത്തുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായ മുൻനിർത്തി മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത തനിക്കുണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ തരൂരിന്റെ പരിധി വിട്ട മോദി ഭക്തി കാരണം കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഒരു പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലിടറിയാൽ ഈ നിലപാടൊക്കെ ആ പാർട്ടിക്ക് പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇടപെട്ട് പുനഃപരിശോധിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. 2026 സംസ്ഥാന ഭരണം പിടിക്കുക എന്നത് കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗിനും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത്തവണ കൂടി പരാജയപ്പെട്ടാൽ പിന്നെ ലീഗിനെയും കോൺഗ്രസിനെയും മ്യൂസിയത്തിൽ കൊണ്ടുവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. ഇടതുപക്ഷത്തിന്റെ തേര് പിണറായി വിജയൻ നയിക്കുമ്പോൾ അതിനൊത്തൊരു എതിരാളിയെ പ്രതിഷ്ഠിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ UDF എന്ന സംവിധാനമാണ് ദുർബലമായിട്ട് പോവുക. ഇതുവരെ കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാൻ കെ കരുണാകരനെയും AK ആന്റണിയെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും പോലുള്ള തലയെടുപ്പുള്ള നേതാക്കളുണ്ടായിരുന്നു. ഇവരെ ഉയർത്തിക്കാട്ടി തന്നെയാണ് മുൻകാലങ്ങളിൽ UDF അധികാരത്തിൽ വന്നിരുന്നത്. ആശയവും പ്രത്യയശാസ്ത്രവും നിലപാടും ഒക്കെ നോക്കിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് കൊള്ളൂ എന്ന് വിചാരിക്കാൻ UDF എന്നത് ഒരു ഇടതുപക്ഷ സംവിധാനമല്ല എന്നത് രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് VM സുധീരൻ മാത്രമാണ്. സുധീരനെ പോലെ ക്ലീൻ ഇമേജുള്ള ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി മത്സരിക്കുന്നത് UDFന്റെ വിശ്വാസ്യതയാണ് വർദ്ധിപ്പിക്കുക. സുധീരൻ വേഴ്സസ് പിണറായി വിജയൻ എന്ന് പറയുന്നത് തന്നെ ആ പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോവുക.